നമ്മളോടൊപ്പം വളരെ പ്രത്യേകതയുള്ള, വളരെ സ്പെഷ്യലായ, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് മാർഗം കാണിക്കാൻ കഴിയുന്ന ഒരു സ്പിരിച്വൽ ഗൈഡ്, ഒരു സോഷ്യൽ റിഫോമർ, എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, വളരെ ഡിഫറെൻ്റായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മറ്റൊരു ബാഗ് എം ഉണ്ട്. അദ്ദേഹം യോഗിയാണ്, ഒരുപക്ഷെ ഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ക്രിയായോഗ അടക്കം പല യോഗ മെത്തേഡ്സും അദ്ദേഹത്തിൻ്റെ ശിഷ്യരെയും അദ്ദേഹം ഗൈഡ് ചെയ്യുന്നവരെയും പഠിപ്പിക്കുന്ന, സമൂഹത്തിൽ നമ്മളെല്ലാം കേട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഗോഡിനെ കുറിച്ച്, ഗോഡ്ലിനെസ്സിനെ കുറിച്ച്, ദൈവീകതയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ശ്രീയ. ശ്രീ എം, പണ്ട് നമ്മൾ ദൈവം, സ്വർഗനരകങ്ങൾ, ഇതൊക്കെ ഒരു എറ്റേണൽ ക്വസ്റ്റായി പറയാറുണ്ടായിരുന്നു. പക്ഷെ ഒരു ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ ഈ സെൽഫ് റിയലൈസേഷൻ, എൻലൈറ്റ്മെൻറ്റ്, ഇങ്ങനൊരു പോയിന്റ് ഉണ്ടെന്നും അതിനെ എറ്റേണലി സെർച്ച് ചെയ്യണമെന്നും, അങ്ങനെ ഒരു സെൽഫ് ഏതെങ്കിലും ഒരു നിമിഷം റിയലൈസ് ചെയ്യും, ഒരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകും, പെട്ടെന്ന് ലൈറ്റ് കൂടുന്നു, ഇങ്ങനെ ഒരു മരീചിക പോലെ ഒരുപാട് ആൾക്കാർ ഇറങ്ങിത്തിരിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാനം ദൈവീകതയോ സ്പിരിച്വൽ എന്നൊക്കെ പറയാറ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ ഒരു കാര്യം തന്നെ ഉണ്ടോ? അത് ഈ ചോദ്യം വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? സെൽഫ് റിയലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സെൽഫ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഒറ്റ അർത്ഥമേ ഉള്ളൂ അതിനകത്ത്. ഞാൻ ഹിമാലയത്തിൽ മഹേശ്വർനാഥ് ബാബാജിയുടെ കൂടെ കുറച്ച് കാലം നടന്നതാണ്, 2-2.5 കൊല്ലം. എൻ്റെ അഭിപ്രായത്തിൽ ഇല്യൂമിനേഷൻ, സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ലൈറ്റ് പൊട്ടിത്തെറിക്കുകയോ അതൊന്നുമല്ല. ആദ്യം എന്തെങ്കിലും നമ്മൾ ഒരു സെർച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, എനിക്ക് ഈ സെർച്ചിലേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയണ്ടേ ആദ്യം. അതല്ലേ എൻ്റെ ഈ സെർച്ചിൽ പോകുന്ന എക്വിപ്മെൻറ്റ് ഞാനാണല്ലോ. അപ്പോൾ എന്നെ പറ്റി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് റിയലൈസേഷൻ. ആദ്യം ഞാൻ ആരാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ പല സിറ്റുവേഷനിൽ എൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എനിക്ക് ദേഷ്യമുണ്ടോ, എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് ആദ്യത്തെ സെൽഫ് സ്റ്റഡി. ഒരു ചോദ്യം അവിടെ തന്നെ വരുന്നത്, ഇപ്പം നമ്മുടെ 2-3 അപ്രോച്ചസ് ന്യൂ ഏജ് ഫിലോസഫേഴ്സിന്, ഇപ്പം ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒക്കെ ഒരു അപ്രോച്ചാണ്. അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു, ഈ അഹം ബ്രഹ്മാസ്മി മീനിങ്ലെസ് ആയി പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഒരു കാര്യമില്ല. കാരണം അതൊരു സൂപ്പർ ഇമ്പോസിഷൻ ആയി പോകും. ശരിക്കും നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ആരോ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി, ഞാനും വിശ്വസിച്ചു അഹം ബ്രഹ്മാസ്മി. കുറെ കാലം ഞാനത് ഇമാജിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും അഹം ബ്രഹ്മാസ്മി. അല്ല, പക്ഷെ അവിടെ വരുമ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത്, ഈ സെൽഫ് ഒബ്സർവേഷൻ, സ്വയം അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒബ്സർവറും ഒരു ഒബ്സർവ്ഡും ഉണ്ടല്ലോ. നമ്മളൊരു ഒബ്സർവറാണ്, ഒരു ഒബ്സർവ്ഡ് ആണ്, അതുണ്ടോ? ഇപ്പം ഒരുപാട് പേര്, ഇപ്പം ശ്രീ ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലുള്ളവർ പറയുന്നത് അങ്ങനെ രണ്ടുമില്ല, ഒബ്സർവർ തന്നെയാണ്. ഇതെന്താന്ന് വെച്ചാല് യോഗസൂത്രങ്ങളിൽ, പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നത് ധ്യാനത്തിൻ്റെ അവസാനത്തെ സ്ഥിതി സമാധി, ധാരണ, ധ്യാന. സമാധി എന്ന് പറഞ്ഞാൽ അവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളും മെഡിറ്റേഷനും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഓബ്ജക്റ്റും ഇതെല്ലാം മാറിക്കിട്ടും. ദർ ഇസ് നോ ഒബ്സർവർ, ദർ ഇസ് നോ ഒബ്സർവ്ഡ്. പക്ഷെ വാസ്തവത്തിൽ അത് നമ്മൾ ഒബ്സർവ്ഡ് എന്ന് പറയുന്നത് തന്നെ ഈ മൈൻഡിൽ കോൺഷ്യസ്നെസ് ആണല്ലോ. അപ്പോൾ ഈ മൈൻഡ് പറയാണ് ഞാൻ ഇന്ന സംഗതിയെ ഒബ്സർവ് ചെയ്യാണ്. ഒബ്സർവ് ചെയ്യുന്ന മൈൻഡിനെ തന്നെയാണ് അല്ലേ? അപ്പം അതും മൈൻഡ് തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അത് വേറൊരു എൻറ്റിറ്റി ഒന്നും ഇല്ല അവിടെ. അത് നമുക്ക് കുറച്ച് കാലം അത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒബ്സർവേഷന് നിൽക്കുന്നവനും ഹീസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൾ ദി തിങ്സ് ദാറ്റ് ഈസ് ഒബ്സർവിങ്. അങ്ങനെ ഒരു ഫൈനായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ ഒരു ദിവസം ആ ഒബ്സർവർ എന്ന് പറയുന്നതും ഒബ്സർവ്ഡ് എന്ന് പറയുന്നതും മാറിക്കിട്ടും. പിന്നെ എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മൈൻഡ് കൊണ്ട് പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. കേനോപനിഷത്ത് യത് വാചാനഭ്യുതിതം എന്ന വാഗഭ്യുത്യതേ എന്ന് വെച്ചാൽ ഇത് വാക്ക് കൊണ്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യാനോ പറയാനോ പറ്റാത്ത ഒരു സംഗതിയാണ്. പക്ഷെ വാക്കിൻ്റെ ഓറിജിൻ അവിടെ നിന്നാണ്. തദേവ ബ്രഹ്മം ത്വം വിദ്വീനേതം യദ്ദിദം ഉപാസത്തെ എന്നാണ് ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ സത്യം. ഏത്? വാക്കുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത അത്. അതല്ലാതെ നീ ഇവിടെ
നേതം യത് ഇതം ഉപാസത്തെ, നീ ഇവിടെ വർഷിപ്പിക്കുന്ന ഒരു സംഗതിയും അതല്ല എന്ന് ഇങ്ങനെയൊക്കെ അതിനെ പറയാൻ പറ്റുള്ളൂ. അതിന് എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വേദാന്തത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഉപാധിയില്ലാതെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വാമി ചിന്മയാനന്ദൻ അവിടെ ഉത്തരകാശിയിൽ തപോവൻ മഹാരാജിൻ്റെ കൂടെ കുറേ കാലം നിന്നിട്ടാണ് ഉപനിഷത്തെല്ലാം പഠിച്ചത്. അപ്പോൾ ഈ ബ്രഹ്മം എന്നുള്ള റിയാലിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനാഹ്യ വാചോ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ്. ഇറ്റ് ഈസ് ദ ഐ ഓഫ് ദി ഐ, ഇറ്റ് ഈസ് ദ ഇയർ ഓഫ് ദി ഇയർ. ഇത് എക്സാക്ട്ലി എന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു പുള്ളി ഒരിക്കൽ. ഇതിപ്പോൾ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ഇതാണെന്നൊക്കെ പറയാതെ എന്തോന്നാണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ പുള്ളി ഒന്നും മിണ്ടിയില്ല, ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് താഴെ ഗംഗയിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കമണ്ടല്ലൂരിൽ. പുള്ളി ചെന്ന് കമണ്ടല്ലൂർ വെള്ളം എടുത്തോണ്ട് പുള്ളി അങ്ങോട്ട് ചൂടായി. തൻ്റെ അടുത്ത് ഞാൻ വെള്ളമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞു, കമണ്ടല്ലു എന്തിനാണ് എടുത്തുകൊണ്ട് വന്നത്? അത് സ്വാമി അത് വെള്ളം കമണ്ടലും ഇല്ലാതെ എങ്ങനെയാണ് എടുത്തത്? ഉപാധി ഇല്ലാതെ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്ന ഉപാധി അതല്ല. ട്രാവലിനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങയുടെ ഒരു ഇതിലും ഈ സ്പിരിച്വൽ ട്രാവൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനോ അങ്ങനെ ഒരു ജേർണിയോ ഉണ്ടോ, അതോ ഒരു എൻലെസ് ആയിട്ടുള്ളൊരു ട്രാവലാണ്? എൻലെസ് ആണ്. അതിൻ്റെ പിക്യൂലിയർ ആയിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് എൻലെസ് ആണ്. അത് ഒരിക്കലും കഴിഞ്ഞു എന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. ഫൈനൽ സ്റ്റേറ്റ് ഇല്ല, ഒരു ഫൈനൽ സ്റ്റേറ്റ് ഇല്ല. ഫൈനൽ സ്റ്റേറ്റ് മനസ്സിന്റെ ഫൈനൽ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേറ്റ് ഇല്ല എന്നുള്ള റിയലൈസേഷൻ ആണ് ഫൈനൽ സ്റ്റേറ്റ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഈ മിൽക്കി വേ പോലെ എൻലെസ് ആണ്. സാധാരണ നോളജ് അങ്ങനെയല്ല. ഇതിനെപ്പറ്റി എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, കഴിഞ്ഞു. ഉപനിഷത്തിൽ ഒരു സ്ഥലത്തുണ്ട്, അന്തം തമ പ്രവിശന്തി അവിദ്യായാം ഉപാസത്തെ എന്ന് വെച്ചാൽ ദോസ് ഹു വർഷിപ്പ് ഇഗ്നറൻസ് എൻറ്റർ ഇൻ ടു ഗ്രേറ്റ് ഡാർക്ക്നെസ്. അത് നമ്മളെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ശരിയാണെന്ന് പറയും. കാരണം നമ്മളെല്ലാം വിചാരം നമ്മൾ ഇഗ്നറൻ്റ് അല്ല, നോളജ് ആണെന്നാണല്ലോ നമ്മുടെയൊക്കെ വിചാരം. അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹി ഹു വർഷിപ്സ് ഇഗ്നറൻസ് എൻറ്റേഴ്സ് ഇൻ ടു ഡാർക്ക്നെസ്. അടുത്ത സെൻറ്റൻസ് ആണ് ശരിക്കും തട്ടുന്നത്. ആൻഡ് ഹി ഹു വർഷിപ്സ് നോളജ് എൻറ്റേഴ്സ് ഇൻ ടു ഗ്രേറ്റർ ഡാർക്ക്നെസ്. പക്ഷെ സത്യം പറഞ്ഞാൽ നോളജ് എല്ലാം മെമ്മറിയാണ്. ആൻഡ് മെമ്മറി കനോട്ട് ബി എ പ്രസൻറ്റ് തിങ്. എൻ്റെ പ്രസൻറ്റ് എന്നൊരു മെമ്മറി ഉണ്ടോ? മെമ്മറി എല്ലാം പാസ്റ്റിലല്ലേ. അപ്പോൾ എല്ലാ നോളജും പാസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ എല്ലാ നോളജും മെമ്മറി ആണല്ലോ. അപ്പോൾ ശരിക്കും സത്യമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനമാണ്, നൗ. സോ ഇറ്റ് കനോട്ട് ബി ഡിഫൈൻഡ് ബൈ എനി നോളജ്. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും ഒരാൾക്കൊരു ഇൻഡിവിജ്വൽ സോൾ ഉണ്ടോ? ഒരു വ്യക്തിക്ക് ഒരു ആത്മാവുണ്ടോ? ആസ് ലോങ് ആസ് യു ഹാവ് ഇൻഡിവിജ്വൽ ഡിസയേഴ്സ്, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റിൽ ഒരു ഡിസയറും ഇല്ലാതാവുമ്പോൾ അത് ടോട്ടലായിട്ട് അങ്ങ് ഡിസോൾവ് ചെയ്യും. പിന്നെ ബർത്തോ റീബർത്തോ ഒന്നുമില്ല അതിനകത്ത്. അതാണല്ലോ എയിം ചെയ്യുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത്. അതെ. പക്ഷെ അങ്ങനെ എയിം ചെയ്യുമ്പോൾ ആ മോക്ഷത്തിൽ പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടോ? അല്ല, പക്ഷേ ആ ഇൻഡിവിജ്വലിന്റെ ബേസിന്, അതായത് ഇപ്പൊ അതായത് ബുദ്ധിസം അടക്കം നമ്മുടെ ജിതു കൃഷ്ണമൂർത്തി ബുദ്ധിസത്തിലാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല. അനാത്മയാണ്. പക്ഷെ അത് ആ സങ്കല്പം തന്നെയല്ലേ ഒരർത്ഥത്തിൽ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി പ്രസന്റ് ആണ്. അതാണ്. പക്ഷെ ആ ഇൻഡിവിജ്വൽ എന്നൊരു റിയാലിറ്റിയെ ഡിനേ ചെയ്യാൻ നമുക്ക് കഴിയും? കഴിയില്ല, ഒരിക്കലും. ഇത് രണ്ടും എങ്ങനെയാണ് റീകൺസൈൽ ചെയ്യുന്നത്? അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വി ആർ ഓൾ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ അല്ലാതെ നമുക്ക് സംസാരിക്കാനോ തിങ്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ ആ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫേസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് അഫെയർ. കാരണം പറഞ്ഞു തരാം. ഇന്ന് ഞാനൊരു ഇൻഡിവിജ്വലാണ്. പക്ഷേ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഞാൻ ഒരേ സെയിം ഇൻഡിവിജ്വാലിറ്റി ആണെന്ന് വിചാരിച്ചാലും വാസ്തവത്തിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ? ഞാൻ 4 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതല്ല എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഉള്ള ഇൻഡിവിജ്വാലിറ്റി. എല്ലാം ഞാനെന്നുള്ള ഫീലിംഗ് ഉണ്ട്, അതുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്ന് അപ്പോൾ ചിന്തിക്കുന്ന വേറെ വിധത്തിലാണ്. വ്യത്യാസം വന്നു. എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഐഡിയ തന്നെ വ്യത്യാസം വന്നു. വേദാന്തിസ്റ്റ് പറയുന്നത് ആ ഇൻഡിവിജ്വാലിറ്റി മാറി മാറി പോവും. ജസ്റ്റ് ആസ് വി ചേഞ്ച് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് ആൻഡ് ബിക്കം ഡിഫറെൻറ്റ് പീപ്പിൾ, ഇൻ ദ സെയിം വേ ആഫ്റ്റർ ഡെത്ത് ദർ ഇസ് സം എലമെൻറ്റ് ഇൻ us which keeps changing. When will it end? When it realizes that ultimately it is only a thought.
എന്ന് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ അത് ഡിസോൾവ് ചെയ്യും. അതായത് ഇതിൻ്റെ ഒരു കോർ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോളിൽ, അതിൻ്റെ ബേസിക് കോറിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്നും ഔട്ടർ ലെയറിൽ മാത്രമാണ് ഇൻഡിവിജ്വാലിറ്റി തിയറിയാണ്. അത്രേ ഉള്ളൂ. അതാണ് മോക്ഷത്തിന്റെ തിയറി തന്നെയാണ്, മോക്ഷത്തിന്റെ ബേസിക് തിയറി. പക്ഷെ അത് ശരിക്കും അത് ഇതാണ് അതിന്റെ ഒരു ബേസ് എന്താ തിയറി. ഇഫ് വി ക്യാൻ ഗോ ടു സംതിങ് ലിറ്റിൽ കൺസേൺ വിത്ത് സയൻസ് പറ്റി പറയാം. ജിൽ ബോൾട്സ് എന്നൊരു ന്യൂറോളജിസ്റ്റ് 34-ാമത്തെ വയസ്സിൽ അവർക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പേര് സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ്. 34 വയസ്സുള്ളപ്പോൾ അവർ തന്നെ ന്യൂറോളജിസ്റ്റാണ്. ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ അവരെ ബ്രെയിനിലൊരു ഹെമറേജ് ഉണ്ടായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ മുഴുവൻ ബ്ലഡ് ഫില്ല് ചെയ്തു. ഇത് നോൺ ഫങ്ഷനലായി. ഇന്നത്തെ ന്യൂറോളജിക്കൽ തിയറി അറിയാമല്ലോ, ബ്രെയിന് 2 ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പല ക്യാരക്ടറിസ്റ്റിക്സും കൂടുതൽ വരുന്ന ഓരോ സൈഡിലാണ്, 2ലും ഉണ്ടെങ്കിലും കൂടുതൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ടോട്ടൽ പാരലൈസ്ഡ് ആയിപ്പോയി. അതാണ് ഈ കാൽക്കുലേറ്റിംഗ് ബ്രെയിൻ. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ലിമിറ്റേഷൻ, എൻ്റെ സ്കിന്ന് എയറിൽ ടച്ച് ചെയ്യുന്ന അവിടെയാണ് എൻ്റെ ലിമിറ്റേഷൻ എന്നുള്ള ഫീലിംഗ് വരുന്നത് ലെഫ്റ്റ് ബ്രെയിനിൽ നിന്നാണ്. അത് കംപ്ലീറ്റ് അങ്ങോട്ട് അടച്ചു പൂട്ടി. പക്ഷേ ഷി വാസ് അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ്. ഓഫ് കോഴ്സ് ഷീ ലിവ്ഡ്. അത് ക്യൂറായി, പിന്നെ ശരിയായി, എന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ റൈറ്റ് ബ്രെയിൻ മാത്രം, റൈറ്റ് ലോബ് മാത്രം ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർ വാച്ച് ചെയ്തപ്പോൾ അവർക്ക് തോന്നുകയല്ല, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, റിയലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലിമിറ്റേഷൻ ഞാൻ സ്കിൻ എയറിൽ തൊടുന്ന സ്ഥലത്തല്ല. അവിടെ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്, ഇവിടെ ഇദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്, ഞാനല്ലാത്ത ഒന്നുമില്ല ഇവിടെ എല്ലാം എന്ന് വെച്ചാൽ ആ ബൗണ്ടറീസ് അങ്ങോട്ട് സെൽഫ് എക്സ്പാൻഡ് ചെയ്ത് ബൗണ്ടറീസ് മുഴുവൻ അങ്ങോട്ട് മാറിക്കിട്ടി. അവർക്ക് തന്നെ മനസ്സിലാകാൻ അപ്പോൾ അവർ ചിന്തിച്ചപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇതുവരെ വിചാരിച്ചിരുന്നത് എന്നൊരു ഫീലിംഗ്. ആൻഡ് ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് സച്ച് പീസ് ആൻഡ് ബ്ലിസ്, അൺഇമാജിനബിൾ പീസ് ആൻഡ് ബ്ലിസ്. കാരണം എന്നറിയാമോ, ഉടനെ the thought struck her mind that ഇത് പാരലൈസ്ഡ് ആയിരിക്കുന്ന ഈ ബോഡിയാണ്, പക്ഷെ ഞാൻ ഇത് മാത്രമല്ലല്ലോ, എവ്രിതിങ് ഈസ് മീ. ആ മരം, അവിടെ ഇരിക്കുന്ന ഇത് ഒരു ഇമാജിനേഷൻ അല്ല, ഷീ ആക്ച്വലി ഫെൽറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അതുപോലെ. പിന്നെ വെൻ ഷീ വാസ് ഓക്കെ, ഷീ റോട്ട് എ ബുക്ക്. അപ്പോൾ പറയണത് അതുകൊണ്ടാണ് അവർ ഈ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് എന്ന് അതിൻ്റെ ടൈറ്റിൽ. അങ്ങനെ ഒരു ഇൻസൈറ്റ് ഉണ്ടായി. ഈ നമ്മുടെ ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഓറിയൻറ്റേഷൻ കൊണ്ടുള്ളതാണ്. വേറെ പല സെക്ഷൻസ് ഉണ്ട് ബ്രെയിനിൽ, അത് നെഗ്ലക്റ്റ് ആയിരിക്കുകയാണ്, അത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ഫോർ ഇൻസ്റ്റൻസ് 35 കൊല്ലം വരെ പീരിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റീജ് ഓർഗനാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോൾ പറയുന്നത് സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ലീപ്പിന് മാണ്ഡുക്യോപനിഷത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, സുഷുപ്തി, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിൻ്റെ തൊട്ടടുത്താണ് തുര്യ. അപ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡിനെ തുര്യയിലേക്കും കൊണ്ടുവരാനുള്ള ഒരു റോൾ ഉണ്ട് എന്ന് നമുക്ക് സ്വാമി വിവേകാനന്ദൻ 100 years മുമ്പേ പറഞ്ഞു. പീനിയൽ ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സഹസ്രാര ചക്രത്തിൻ്റെ സ്റ്റെം അവിടെയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത്, ഇത് വേദാന്തം തോട്ട് വൈസ് നമ്മൾ പഠിച്ചാലും അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലേ പറ്റുള്ളൂ കോൺഷ്യസ്നെസ്സിൽ. അപ്പോൾ കോൺഷ്യസ്നെസ് ഒരു അബ്സ്ട്രാക്റ്റ് എൻറ്റിറ്റിയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. പക്ഷേ ആസ് വി നോ, കോൺഷ്യസ്നെസ്സിൻ്റെ സോഴ്സ് ബ്രെയിനാണ്, അറ്റ്ലീസ്റ്റ് ടിൽ വി ഡൈ. അപ്പോൾ അവിടെ ചില ചേഞ്ചസ് ഉണ്ടാക്കിയാലേ നമുക്ക് ഇതിൽ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് റീച്ച് ചെയ്താലേ നമുക്കിത് മനസ്സിലാവുള്ളൂ തിയറിറ്റിക്കലായിട്ട് ഇവരെന്താന്ന് ഈ പറയണം. കൃഷ്ണമൂർത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കൃഷ്ണമൂർത്തി ഞാൻ ഒന്നും മെഡിറ്റേറ്റ് ചെയ്യാറില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, തന്നെത്താനെ അറിഞ്ഞെന്ന് പറയുന്നില്ലേ. അങ്ങേരെ 23-ാമത്തെ വയസ്സ് വരെ, 7 വയസ്സ് തൊട്ട് തിയോസഫീസ് ഒരുപാട് കാര്യങ്ങൾ അങ്ങേരെ കൊണ്ട് ചെയ്യിച്ചു. ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്. അങ്ങേര് ഒഹായിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആ പെപ്പർ ട്രീയുടെ താഴെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. സ്പൈനിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അങ്ങനെ ട്രാൻസ് സ്റ്റേറ്റിലായിരുന്നു 2-3 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ മൈൻഡിൻ്റെ തിങ്കിങ് എല്ലാം മാറി ഒരു ഫ്രീഡം എന്ന് പറഞ്ഞത് മനസ്സിലായത്. അപ്പോൾ ആ ചേഞ്ച് ഉണ്ടാവണ്ടേ, പ്രോസസ്സ് വേണ്ടേ, ആ പ്രോസസ്സിനാണ് യോഗ എന്ന് പറയുന്നത്. സമാധി എന്ന എൻലൈറ്റ്മെന്റ് എന്ന പേര് വിളിക്കാമെങ്കിൽ സറ്റോറി എന്നൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഏതെങ്കിലും ഇപ്പോൾ അങ്ങേപ്പോലുള്ള വ്യക്തികൾക്ക് ഒരു ഫിസിക്കൽ ചേഞ്ച്, അതായത് ഏതെങ്കിലും ഒരു ഫിസിയോളജിക്കൽ ലെവലിൽ എക്സ്പീരിയൻസോ ചേഞ്ചോ ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു ട്രാങ്ക്വിലിറ്റി ഏത് സിറ്റുവേഷനിലും, അത് ഡെലിബറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതല്ല, കൾട്ടിവേറ്റ് ചെയ്യുന്നതല്ല, ഒരു 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 ട്രാങ്ക്വിലിറ്റി ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡില്ല ഏത് സിറ്റുവേഷനിലും മൈൻഡ് വളരെ കാമൻ. അതിനെയാണ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഭഗവത്ഗീത സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ പ്രജ്ഞ സ്ഥിതമാവും. ഇതൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ അത് ചില സാധന ചെയ്ത് ആ ബ്രെയിനിലുള്ള ചില ചേഞ്ചസ് ഉണ്ടായാലേ നമുക്കിതിനെപ്പറ്റി അനുഭവം കൊണ്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് പറയാം. അപ്പം എങ്ങനെയാണ് അങ്ങ് ഇത്രയും ഇൻഡെപ്തായ ഫിലോസോഫിക്കൽ പാരഡൈംസ് ജനങ്ങളിലേക്ക് ഈ പകരാൻ അങ്ങയുടെ ടീമൊക്കെ ആഗ്രഹിക്കും? ഈ ഫിലോസോഫിക്കലായിട്ടുള്ള ഈ എന്താ പറയുന്നത്, പറഞ്ഞില്ലേ ഹൈലി ഫിലോസോഫിക്കൽ, ഇത് ഹൈലി ഫിലോസോഫിക്കൽ അല്ല, ഇത് വളരെ സിമ്പിൾ മാറ്റേഴ്സാണ്. പക്ഷെ അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് പലതുമൊക്കെ എഴുതി കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ അത് വളരെ സിമ്പിളാണ്. അതെങ്ങനെ സിമ്പിളാവുമെന്ന് വെച്ചാൽ അതൊരു മനുഷ്യൻ്റെ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യം ഉണ്ടാകുന്ന സിംപ്ലിസിറ്റി ആയിരിക്കും, പിന്നെ ഉണ്ടാകുന്നത് ഹ്യൂമിലിറ്റി ആയിരിക്കും. ഈ ഹ്യൂമിലിറ്റി കൾട്ടിവേറ്റഡ് ഹ്യൂമിലിറ്റി അല്ല. നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഐ മേ ബി നോയിങ് സംതിങ്, യു മേ ബി നോയിങ് സംതിങ്, ഐ മേ നോട്ട് നോ തിങ്സ് വിച്ച് യു നോ. അതുകൊണ്ട് എല്ലാവരും എവ്രിബഡി ഈസ് സം കൈൻഡ് ഓഫ് എ ടീച്ചർ ബിക്കോസ് ദേ നോ സം. ആ ഒരു ഹ്യൂമിലിറ്റി ഡെവലപ്പ് ചെയ്യും മൈൻഡിൽ. അപ്പോൾ ഇത് നമ്മൾ നടന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഐ ഫീൽ ദാറ്റ് ദിസ് വിൽ റബ് ഓഫ് ഓൺ അതേഴ്സ്. അപ്പോൾ അവർ സിമ്പിളായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതിൻ്റെ റിഫ്ലക്ഷൻ എന്താണ്? ഒരു യോഗി എന്ന് പറഞ്ഞാൽ, ഹൈലി ഡെവലപ്ഡ് യോഗി എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ സർവഭൂത ഹിതേരത, എല്ലാ ജീവികൾക്കും വെൽഫെയർ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു ഫീലിംഗ്. അത് ഇൻറ്റേർണലായിട്ട് വരുന്നതാണ്, അല്ലാതെ നമ്മൾ റിഫോർമേറ്ററി ആയിട്ട് വരുന്നതല്ല. പുറത്ത് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ പോയി ജീവിച്ച് അവരുടെ കൂടെ നിന്നാലേ അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ കൂടെ നടന്ന് അവരുടെ കൂടെ ഇരുന്ന് അതേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ്, സാധാരണ എന്താണ്, നമ്മളിവിടുന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പ്ലെയിനിൽ കയറി പോകും, ഇല്ലെങ്കിൽ ബസ്സിൽ കയറി പോകും. ഇന്നും ഇന്ത്യയിൽ, ബിലീവ് മീ, ദർ ആർ പീപ്പിൾ ഹു കനോട്ട് ഫ്ലൈ, there are people who are grounded, who don't know when the next meal is coming from. It's not so. നമ്മൾ കാണുന്ന പോലെ അത്ര ഹങ്കി ഡോറി ഒന്നും അല്ല, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഇടത്ത് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊറ്റ മാർഗ്ഗമേ ഞാൻ കാണുന്നുള്ളൂ. ഇതിനു മുമ്പേ പലരും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. ശങ്കരാചാര്യ ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഒരു വേദാന്തിക് ഫിലോസഫി പ്രീച്ച് ചെയ്യാൻ വേണ്ടി പോയതാണ്. സ്വാമി വിവേകാനന്ദൻ വാണ്ടർ ചെയ്തിട്ടുണ്ട് പണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് ഇനി പ്രീച്ച് ചെയ്യാനല്ല വാണ്ടർ ചെയ്തത്. Because when he was unknown, he was wandering around. But he learned a lot. എൻ്റെ അഭിപ്രായത്തിൽ സ്വാമി വിവേകാനന്ദൻ റെക്കഗ്നൈസ്ഡ് ആകുന്നതിന് മുമ്പേ ഉള്ള ഈ വാണ്ടറിങ്സ് ഉണ്ടല്ലോ, അതിനകത്താണ് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഉള്ള ലൈഫ് അതിൽ ബേസ്ഡാണ്. അദ്ദേഹത്തിൻ്റെ ബേസ്മെൻ്റ് അതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണ്ടേ? ഇനി ഒരുപാട് കാലം അങ്ങനെ ഒരാൾ ഞാൻ സ്വാമി വിവേകാനന്ദനല്ല പറയുന്നത്. ഐ എം നോട്ട് കമ്പയറിങ് മൈസെൽഫ്. ബാക്കിയുള്ള നടത്ത എല്ലാം പൊളിറ്റിക്കലായിരിക്കും, അല്ലെങ്കിൽ സെമി പൊളിറ്റിക്കലായിരിക്കും. അത് വി ആർ നോട്ട് ഡൂയിങ്. ഞാനൊരു ഇലക്ഷന് നിൽക്കാൻ പോണില്ല. ഐ ഹാവ് നോ അംബിഷൻസ് ഫോർ ഗോയിങ് ടു രാജ്യസഭ, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. സോ ദിസ് ഈസ് ദ റീസൺ വൈ വി ആർ ഡൂയിങ് ദിസ് വാക്ക്. എൻ്റെ ദൈവം, നമ്മൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു സ്പിരിച്വൽ ഗൈഡാണ്, അങ്ങനെ ഒരു സോഷ്യൽ റിഫോർമേഷൻ, എഡ്യൂക്കേഷൻ മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അച്ഛനമ്മമാർ മക്കൾക്ക് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും ഒരിക്കൽ പോലും നമ്മൾ മിസ് ചെയ്യാത്തൊരു ചോദ്യമാണ് എൻ്റെ ദൈവം. അനുകൂലിക്കാനാണെങ്കിലും എതിർക്കാനാണെങ്കിലും ഒരു ചോദ്യം, ഒരു ബേസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ എൻ്റെ ദൈവം എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളൊരു ക്ലീൻ ജീവിതം ജീവിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒരു ദൈവമായിട്ട് കരുതും. അല്ലാതെ നമ്മളൊന്ന് പറഞ്ഞു വേറെ ഒന്ന് ചെയ്താൽ പിന്നെ അവർക്ക് ദൈവത്തിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നും. എവരിഡേ ലൈഫിലാണ് ഗോഡ് ഉള്ളത് എന്ന മഹത്തരമായ ദർശനം വേദാന്തം മുതൽ ശ്രീ ജിതു കൃഷ്ണമൂർത്തി മുതൽ ഒരുപാട് പേർ ഉയർത്തിപ്പിടിച്ച ആ ദർശനം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ശ്രീ എം നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പങ്കുവച്ചു. വളരെയധികം നന്ദി. താങ്ക് യു.